ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും തുടക്കക്കാർക്കും അല്ലാത്തവർക്കുമൊക്കെ 8-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് എരിവിനാവശ്യമുള്ള അത്രയും ചേർക്കാം. ഒരു സവാളയുടെ പകുതി, ഒരല്പം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കറിവേപ്പിലയും മല്ലിയിലയും പൊടിയായി അരിഞ്ഞതും, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, വളരെ കുറച്ച് മാത്രം ഉപ്പ്, ഒരു 3 പീസ് ബ്രെഡ്, 2 മുട്ട പുഴുങ്ങിയത് എല്ലാം ചേർത്ത് തിരുമ്മി പൊടിച്ച് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, ബ്രെഡിൽ ഉള്ളത് കൊണ്ട് കുറച്ച് മതിയാവും. അതുപോലെ തന്നെ ഗരം മസാലയും മല്ലിപ്പൊടിയും ഒരുമിച്ച് ചേർക്കുന്നതിന് പകരം ഇറച്ചി മസാലയോ ചിക്കൻ മസാലയോ ചേർത്താലും മതി. ഇതൊരല്പം വെള്ളം കുടഞ്ഞു കൊടുത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായി ഉരുണ്ട് വരുന്ന പാകത്തിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഇനി കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്ത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ പരത്തിയെടുത്ത് മാറ്റി വെക്കാം. ഒരു ബൗളിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞതിൻ്റെ ബാക്കിയുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു നിർബന്ധമുള്ള സംഗതിയല്ല, അത് ബാക്കിയുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റൊന്നും വരാനില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നും ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ മുക്കി പൊതിഞ്ഞെടുക്കണം. മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ വേവിച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. വേവിച്ചെടുക്കുന്ന ഒരു ടൈം കൂടി വേണ്ടി വരുമെന്ന് മാത്രം. ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ചായ തിളച്ച് റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.